പാലക്കാട് വോട്ടർമാർക്ക് ശോഭാ സുരേന്ദ്രൻ ഫണ്ട് കൊടുത്തൊരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രവർത്തകരെ വിട്ടിട്ടാണ് പൈസ കൊടുത്തത്. എന്നാൽ ആ വീഡിയോന്റെ മറ്റൊരു വശം കൂടി നമുക്ക് കാണാനുണ്ട്. അതായത് ഹെയർ ഒന്നല്ല കേട്ടോ, വെളുപ്പിക്കാൻ വന്നതോ കറുപ്പിക്കാൻ വന്നതല്ല. ആ പയ്യനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുന്നുള്ള ഭീഷണി. അതിന്റെ ഇടയിൽ ആ പൊന്നമ്മച്ചി, കായ് വാങ്ങിയ പൊന്നമ്മച്ചി പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. ഒന്ന് കാണുങ്ങള്. പോലീസ് സ്റ്റേഷനിൽ കെട്ടുന്നു. അല്ലല്ല, ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. ചെയ്യാത്ത അതിലൊന്നും വേണ്ട, അതൊന്നും വേണ്ട. നിങ്ങള് അതൊക്കെ അവിടെ പറയേണ്ടത് ഇവിടെ പറയണ്ട. അതൊന്നും പറയണ്ട. നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ വോട്ട് ചെയ്യാൻ ആക്കണ്ട. വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ പോലെ ആക്കണ്ട. ഞങ്ങൾക്ക് ബഹുമാനത്തോടുകൂടി കാണണം. ഞങ്ങൾ ബഹുമാനത്തോടുകൂടി കാണുന്നതാണ്. അതിന് ബഹുമാനം നമ്മൾ അങ്ങേയറ്റം ബഹുമാനമുള്ളതാണ്. അല്ല, നിങ്ങൾ ആദ്യം വന്നിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കണം. അങ്ങനെ മൊബൈൽ നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നില്ലല്ലോ. ഫോട്ടോ എടുക്കുന്നത് ഞാൻ നിയമസഭയ്ക്ക് മത്സരിച്ച ആളാണ് പറയുക. ശരിയാവുന്നുണ്ട്. അത് കഴിഞ്ഞോളി. എന്റെ മൊബൈൽ ഭീഷണിപ്പെടുത്ത് ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ്. കണ്ണാടിയിലെ ഒരു വയോധികയ്ക്കാണ് ആദ്യം പണം നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അവർ പ്രതികരിച്ചത് കാണാം. മരുന്ന് വാങ്ങാൻ പൈസ പോകാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞു. അപ്പൊ തന്നു അവരല്ലേ? അപ്പൊ ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു. അപ്പൊ ഇവരാണ് ആകെ പൈസ തന്നുള്ളൂ, തന്നില്ല അമ്മയ്ക്ക് അല്ലേ? അല്ല, എനിക്ക് മരുന്ന് വാങ്ങാൻ പണിക്കും പോകണില്ല. മരുന്ന് വാങ്ങാൻ പൈസയില്ല. ഒരു മാസം 5000 വേണം മരുന്നിന്. അമ്മ ചോദിച്ചവരോട് പൈസ പൈസ വേണം പറഞ്ഞു. എപ്പോഴാ? ഇന്ന് തന്നെയാണോ ചോദിച്ചത്? അപ്പൊ തന്നെ 5000 രൂപ തന്നു. വീഡിയോ കാണുന്ന ആളുകൾ പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ. പരമാവധി ഇലക്ഷൻ കമ്മീഷന് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുക തന്നെ വേണം. ഓരോ മനുഷ്യന്മാരും ഇൻഡിവിജ്വലായിട്ട് ചെയ്താലും മതി. ഒരു ബൾക്കായിട്ട് ചെല്ലുമ്പോൾ ചേച്ചീനെ സ്വന്തമായിട്ടുണ്ട് അയോഗ്യയാക്കിക്കോളൂ എന്നുള്ളതാ. അങ്ങനെ അയോഗ്യയായിട്ട് ഇരിക്കേണ്ട വ്യക്തി തന്നെയാണ് ഞാൻ. ജനങ്ങളെ സേവിക്കാൻ വരുന്നതല്ല. ആ വരുന്ന 1 കോടിയിൽ നിന്ന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ 25 ലക്ഷം രൂപ മാറ്റാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ ചേച്ചിയുടെ ശബ്ദ സന്ദേശം നമ്മൾ കേട്ടതാണ്. ഇനി ആ വീഡിയോ എടുത്ത ചെക്കനെ ഞാൻ ജയിലിൽ കയറ്റും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഒരു ഉണ്ണാക്കും ചെയ്യാൻ കഴിയില്ല. അത് ആദ്യം തന്നെ പറയട്ടെ. ഇവിടെ ഊളത്തരം കാണിച്ചിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ പൊന്നു മക്കളെ, ഇത് ജനാധിപത്യ രാജ്യമാണ്, ഇത് ഇന്ത്യയാണ്. അത് മനസ്സിലാക്കണം നിങ്ങൾ. പരമാവധി ഷെയർ ചെയ്തിട്ട് തന്നെ കാണണം കേട്ടാ. എന്താണ് BJPയുടെ അടുത്ത ലക്ഷ്യമെന്ന് കണ്ടില്ലേ? പണം കൊടുത്തിട്ടാണെങ്കിലും സീറ്റ് നേടിയെടുക്കാൻ വേണ്ടി വോട്ടർമാരെ വശീകരണം, അതന്നെ. അപ്പോ ചാണകം സലാം, ബൈ ബൈ.